അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് സോഹൻചേട്ടൻ്റെ വീട്ടിലാണ്. അതായത് നമ്മുടെ തൊപ്പി അച്ചായൻ, ആ കോമ്പോയിലെ അച്ചായൻ എന്ന് പറയുന്ന സോഹൻചേട്ടൻ്റെ വീട്ടിലാണ്. സോഹൻചേട്ടനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. അപ്പോൾ സോഹൻചേട്ടൻ്റെ അരുമ വളർത്തുമൃഗമാണ് ലക്കി എന്നാണ് പേര്. ലക്കീനെ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലക്കിയെ ഒന്ന് കാണാൻ പോയതാണ്. എൻ്റെ ഫസ്റ്റ് മീറ്റപ്പാണ് ലക്കിയായിട്ട്. പക്ഷെ അപ്പോൾ തന്നെ പെട്ടെന്ന് കൂട്ടായി കേട്ടോ. ലക്കീനെ കണ്ടു. ലക്കീനെ ഞാൻ എൻ്റെ ഒരു അനിയൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനൊക്കെ ഒരു സംഭവമൊക്കെ സെറ്റാക്കി. അങ്ങനെ അതിനെ കുറച്ച് നേരം കളിപ്പിച്ചു. ലക്കി പെട്ടെന്ന് കൂട്ടായി കണ്ടോ. നമുക്ക് പിന്നെ ഇവരായിട്ട് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ടും മൃഗസ്നേഹി ആയതുകൊണ്ടും നമ്മൾ അവരെ കുറച്ച് കൊഞ്ചിപ്പിച്ചു. അതിനുശേഷം അവിടുന്ന് സോഹൻചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ ലക്കിയെ കണ്ട സന്തോഷത്തിൽ ഒന്നും പറയാനില്ല. ഇന്നിപ്പോൾ ആദ്യം കാണുകയാണ്. അപ്പോഴേക്കും ഇങ്ങനെയാണ് ആൾ നമ്മോട് പെരുമാറുന്നത്. എത്രയോ നാൾ പരിചയമുള്ള പോലെയാണ് പുള്ളി നമ്മോട് പെരുമാറുന്നത്. നല്ല നല്ല അനുസരണമുള്ള നല്ല കുട്ടിയാട്ടാ. അപ്പം എനിക്ക് എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട് വീട്ടിൽ കൊണ്ടാക്കിയാണ്. പക്ഷേ ഇപ്പം കണ്ട ഞാൻ ഒളിഞ്ഞു നോക്കുക അവനപ്പുറത്തുനിന്ന്. ഇങ്ങനെ സോഹൻചേട്ടൻ എന്നെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ ചെറിയ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഇതാണ് സോഹൻചേട്ടൻ്റെ മോള്. അപ്പം മഴക്കുട്ടീനെ ഞാൻ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നതുകൊണ്ട് ഞാനായിട്ട് ഭയങ്കര അടുപ്പാണ്. മഴക്കുട്ടീനെയൊക്കെ എടുത്ത് കുറച്ച് നേരം വീഡിയോ ഒക്കെ ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ സ്നേഹത്തോടെ മഴക്കുട്ടിയോട് യാത്രയും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നല്ല ചൂടല്ലേ. ഈ ചൂട് കാലത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനെ പറ്റി ചിന്തിക്കാനേ വയ്യ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക, സേഫായിരിക്കുക. ഇത് അമ്മച്ചിയാണ്. അമ്മച്ചിയുള്ള സമയത്ത് നമ്മൾ ഒത്തിരി പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു മാതാവുണ്ട്. ഈ മാതാവിനെ ഞാൻ എപ്പോൾ പോയാലും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് പുള്ളി എനിക്ക് തരാതിരിക്കുക ചെയ്തിട്ടില്ല. ഒരു ദിവസം പോയി എടുത്തുകൊണ്ട് വരണമെന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെ ലക്കിയോടൊക്കെ യാത്ര പറഞ്ഞ് സോഹൻചേട്ടനോടും യാത്ര പറഞ്ഞ് വൈഫ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി തിരക്കായിരുന്നു. അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂട്ടുക. താങ്ക്